ഹലോ ഫ്രണ്ട്സ്, ഈ മാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഇപ്പം മാങ്ങയൊക്കെ ഇഷ്ടംപോലെയുള്ള സീസണാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങയൊക്കെ വെച്ച് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കാം. ഒന്ന് മാങ്ങയും ബ്രെഡും ഒക്കെ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല പഴുത്ത മൂങ്ങാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം. അപ്പം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക്, ഇതിലേക്ക് ഞാനൊരു 1.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാങ്ങയുടെ ജ്യൂസ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ നന്നായിട്ട് മാങ്ങയും പാലും നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി നമ്മുടെ മാങ്ങയും പാലും എല്ലാം നന്നായിട്ട് യോജിച്ച് കുറുകി വരും. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും കുറുകിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ട് ചെറിയ തീയിൽ വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുറച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഈ മാംഗോ പാലുള്ള മിക്സിലേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡറാണ്, ഒരു 2 സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ ഒരു 2 സ്പൂൺ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ കസ്റ്റേർഡ് ഒഴിക്കുമ്പോൾ ഇത് വീണ്ടും കുറുകുമല്ലോ. അപ്പോൾ ഒരുപാട് കുറുകരുത്. ചെറിയ തീയിൽ നമ്മൾ ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നമ്മൾ ആദ്യം കുറച്ച് മാംഗോയും പാലും കൂടെ ഉള്ള ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചല്ലോ, അതിൽ മുക്കി നമ്മൾ ചെറിയ ചെറിയ ബ്രെഡ് പീസ്, ഒരു 3-4 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഞാനിങ്ങനെ നിരത്തി വെക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് ഈ പാലിൻ്റെ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാംഗോയുടെ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റേർഡും ഒക്കെ കൂടെ ചേർന്ന മാംഗോ മിക്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ പുറത്ത് കുറച്ച് ബദാമും പിസ്തയൊക്കെ ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ബ്രെഡ് ഈ പാലിൽ മാംഗോ മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് അടുത്ത കോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന മാംഗോയും കസ്റ്റേർഡ് മിക്സും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കുറച്ച് പിസ്തയും ബദാമും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂറോളം ഇത് ഫ്രീസറിൽ വെച്ചേക്കണം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ മാംഗോ വെച്ച് നല്ല രുചികരമായൊരു പുഡിങ് ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലായിടത്തും ഇഷ്ടംപോലെ മാങ്ങയുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല്. നമ്മളിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഒരു 5-6 മണിക്കൂറൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാൻ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പുഡിങ് വെളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ പുഡിങ്. നല്ല കളറൊക്കെ ഉണ്ട്, കണ്ടില്ലേ? നല്ല പഴുത്ത മാങ്ങ വേണം നമ്മളെടുക്കാൻ, പുളിയുള്ള മാങ്ങയൊന്നും എടുക്കല്. അപ്പോൾ നല്ല മധുരമുള്ള നല്ല പഴുത്ത മാങ്ങയും ബ്രെഡും ചേർത്ത് വളരെ ടേസ്റ്റുള്ള നല്ലൊരു പുഡിങ് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം. താങ്ക്